നമസ്കാരം. ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ ഒരു പുതിയ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയതിൻ്റെ 2ാം ദിവസം രാവിലെ ഞങ്ങൾ സരോജിനി മാർക്കറ്റിൽ ഒന്നുകൂടെ പോകാമെന്ന് വിചാരിച്ചു. രാത്രി സമയമായിരുന്നു അന്ന് ഞങ്ങൾ പോയത്. അപ്പോൾ ഒന്ന് പകലിലൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയായിരുന്നു. മാത്രമല്ല ഡൽഹിയുടെ റോഡിലൂടെ യാത്രയിൽ നമുക്ക് ചില കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ സരോജിനി മാർക്കറ്റിലേക്ക് യാത്ര ചെയ്യുന്നത്. ഒരു ഓട്ടോയാണ് വിളിച്ചത്. കഴിയുന്നതും ഊബർ വിളിക്കുന്നതായിരിക്കും. ഞാൻ മുന്നേ ഒക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ, നമുക്കറിയാൻ പറ്റും, റേറ്റൊക്കെ അറിയാൻ പറ്റും, എത്ര സമയത്ത് നമുക്ക് എത്താൻ പറ്റും. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഊബർ നമ്മളെ എവിടെ നിന്നാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, ഊബറിൽ രജിസ്റ്റർ ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് വാഹനങ്ങൾ നമ്മളെ അടുത്ത് എത്തും. അതിൽ കയറി അപ്പം തന്നെ നമുക്ക് അതിൻ്റെ റേറ്റും ഒക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്കങ്ങനെ ആർക്കും അങ്ങനെ അമിതമായ ചാർജ് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഊബറിനെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ചില നഗരങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പം ബാംഗ്ലൂരൊക്കെ ഉണ്ട്, അതുപോലെ കൊച്ചിയിൽ, കേരളത്തിലെ കൊച്ചിയിൽ ഊബറുണ്ട്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലൊക്കെ ഈ ഊബറിൻ്റെ ഊബർ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഒരു എക്സ്പീരിയൻസിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചിട്ട്, നമ്മളിപ്പം ഓട്ടോക്കാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവർക്ക് നമ്മൾ പുതിയ ആളെന്നൊക്കെ തോന്നുന്നു. ഒരു പക്ഷേ അവർ റേറ്റ് കൂടുതലൊക്കെ പറഞ്ഞെന്ന് വരും. നമുക്ക് പിന്നീട് ഇറങ്ങിയതിന് ശേഷം പിന്നീട് നമുക്ക് തരാൻ പറ്റില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മളൊരു വാക്ക് തർക്കത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് എത്രയാണെന്ന എമൗണ്ട് അവർ നമ്മളെ എത്തിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാഷായിട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും ഡൽഹിയിലെ ഈ യാത്ര, പകലത്തെ ഈ യാത്ര വലിയ ട്രാഫിക് തിരക്കുകളൊന്നുമില്ല. ഒരു പാടത്തൂടെ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഡൽഹിയിലെ രാജപാതകൾ, അതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് വലിയ തിരക്കൊന്നുമില്ല. സരോജിനി മാർക്കറ്റിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. വളരെ റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഹോൾസെയിലും അതുപോലെ തന്നെ റീറ്റെയിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. എല്ലാം, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, മറ്റുള്ള ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ വിലപേശനൊക്കെ നടത്തും. ചില ഷോപ്പുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ വിലപേശിയിട്ട് കാര്യമൊന്നുമില്ല. അവരതൊരു പറയുന്നുണ്ട്, നമ്മളതിൻ്റെ ലാസ്റ്റ് റേറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതിലും നിങ്ങൾ ഇനി വിലപേശിക്കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ 1-2 കടകളിലൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ നമുക്ക് വിലപേശി വാങ്ങിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് അവർ ഇങ്ങനെ റേറ്റ് അവിടെ ഇടുന്നില്ല. നമ്മൾ സാധനം എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാണ് അവരോട് ചോദിക്കുക. അപ്പോൾ അവരൊരു എമൗണ്ട് പറയും. അപ്പോൾ നമ്മളെ ഒരു എമൗണ്ട് പറയും. വാങ്ങിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മളൊരു എമൗണ്ട് പറഞ്ഞാൽ അവരൊക്കെ ആണെങ്കിൽ നമ്മളോട് ഓക്കെ പറഞ്ഞിട്ട് തരും. അത് ചില സാധനത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 ഒക്കെ പറയുന്ന സാധനത്തിന് ചിലപ്പോൾ നമുക്കൊരു 150-200 കിട്ടും. അത് എനിക്കൊരു അനുഭവം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ 1000 പറയുന്നത് കൊണ്ട് നമ്മളൊരു 600 പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പോയാൽ നമ്മൾ പെട്ടുപോകുന്നേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. അപ്പോൾ നമ്മൾ റേറ്റും അവർ ചോദിക്കും. അവർ എന്തായാലും നിങ്ങൾ റേറ്റ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ആ റേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. അവർ പിന്നെ പറയും നിങ്ങൾ റേറ്റ് പറഞ്ഞില്ല, അപ്പോൾ നിങ്ങൾ എടുക്കണം എന്നുള്ള ഇതിലൊക്കെ വരും. അപ്പോൾ സൂക്ഷിച്ച് നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വില നമുക്ക് തന്നെ ഏകദേശം അറിയാലോ. അതിനനുസരിച്ചൊക്കെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് ഡീലായെന്ന് വരും. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു മുന്നേ ദിവസം ഞങ്ങൾ പോയിരുന്നല്ലോ രാത്രി. അപ്പം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം വീണ്ടും ഒന്നുകൂടെ പോകാം. ഞാനന്ന് പറയുകയും ചെയ്തു സരോജിനി മാർക്കറ്റ്. കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞങ്ങൾ പോയി. മാത്രമല്ല ഇതൊരു തിരക്ക് പിടിച്ച ഒരു ദിവസം കൂടിയാണ്. കാരണം ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇന്ത്യ ഗേറ്റ്, അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ പോകാനുണ്ട്. അപ്പം കൂട്ടത്തിൽ നമുക്ക് ഈ ഡൽഹിയുടെ പ്രധാനപ്പെട്ട ചില
റോഡുകളിലൂടെയൊക്കെയുള്ള യാത്രയിലൂടെ നമുക്ക് ഡൽഹിയുടെ ആ ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കാനും പറ്റും. ഡൽഹിയിൽ പല ഭാഗങ്ങളിലും പോകുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, എന്നാൽ വളരെ വൃത്തി കുറഞ്ഞ സ്ഥലങ്ങളുമുണ്ട്. റോഡുകളൊക്കെ വളരെ തിരക്ക് പിടിച്ച ഈ കരൾ ബാഗ് പോലെയുള്ള സ്ഥലത്തൊക്കെ തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പം അതൊന്നുമില്ലാത്ത ചില ഏരിയകളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലത്തിലൂടെയൊക്കെയാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് VIP ഏരിയകളൊക്കെയാണെന്നാണ്. കാരണം റോഡൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫുട്പാത്തുകളൊക്കെ വളരെ അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു. അതിൻ്റെ വൃത്തിയായ ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ കരോൾ ബാഗിൽ പല ഗേറ്റുകളുണ്ട്. കരോൾ ബാഗിൽ നമ്മളിപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന സ്ഥലത്താണെന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാമെന്ന് വെച്ചാൽ ഇന്ന ഗേറ്റിലുണ്ടെന്ന് തന്നെ 4-5 ഗേറ്റ് അവിടെ ഉണ്ട്. പല ഗേറ്റിലൂടെ ആൾക്കാർക്ക് 4 ഭാഗത്തും ഗേറ്റുണ്ട്. അപ്പം അവിടെ നമ്മളെവിടെ എത്തുന്നതെന്ന് വെച്ചാൽ ഗേറ്റ് നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട ആൾക്കാർ. അപ്പോൾ ഞങ്ങളിവിടെ കരോൾ ബാഗിലെത്തി. പക്ഷേ രാത്രി കണ്ട അത്ര വലിയ തിരക്കൊന്നും ഞാൻ കരോൾ ബാഗ് എന്നാണ് പറഞ്ഞത്, അതായത് സരോജിനി മാർക്കറ്റ്. അപ്പോൾ ഈ സരോജിനി മാർക്കറ്റിൽ നമ്മൾ രാത്രി കണ്ട അത്ര വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ സമയം ഒരു 11 മണിക്ക് അടുത്തായിട്ടേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഞങ്ങളതൊക്കെ കണ്ടു തിരിച്ച് ഞാൻ ഈ പറഞ്ഞ മാതിരി ഇന്ത്യ ഗേറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പം ഡൽഹിയിലെ രാജ്പഥിലാണ് ഈ ഇന്ത്യ ഗേറ്റ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്മാരകങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒന്നാണ് ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാർ അന്ന് ഉണ്ടാക്കിയത്. 1921 അതിൻ്റെ പണി തുടങ്ങി 1931 അതിൻ്റെ പണി അവസാനിക്കുകയും ചെയ്തു. നമുക്ക് അതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. നമുക്ക് നേരിട്ട് അവിടത്തേക്ക് പോവുകയും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ, റോഡിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ പോകുന്നത് കാണാൻ, അതിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയിട്ടാണ് ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതൊരു യുദ്ധസ്മാരകം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. 1931 ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത്, അതിൻ്റെ മുന്നേ ആയിരുന്നല്ലോ ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ ആ ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവരുടെ ഓർമ്മയ്ക്ക്, അത് ബ്രിട്ടീഷുകാർ ആയിരുന്നല്ലോ, ബ്രിട്ടീഷും ഉള്ള ഒരു കക്ഷികളായിരുന്നല്ലോ അതിൻ്റെ പ്രധാനമായിട്ടും യുദ്ധത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ മരണപ്പെടുകയും അതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമായിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് എഡ്വിൻ ലൂട്ടൻസ് എന്ന് പറയുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷം എടുത്തു അതിൻ്റെ പണികളൊക്കെ കഴിയാൻ. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിൻ്റെ പേര് മാറ്റുകയും, പിന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ അമർജ്യോതി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കുകയും, അതിന് പിന്നീട് ഈ പറയുന്ന ഇന്ത്യ ഗേറ്റ്, നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട്. ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബോംബെയിലാണ്. ഇത് ഇന്ത്യ ഗേറ്റ്. ഇത് അമർജവാൻ ജ്യോതി എന്ന് പറയുന്ന ഒരു സ്മാരകമൊക്കെ അവിടെ ഉണ്ട്. ദീപമൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉയരം 42 മീറ്റർ ഉയരമാണ് ഇതിൻ്റെത്. ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഇങ്ങനെ പുൽമേടുകൾ വെച്ച് പിടിപ്പിച്ചു. അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ട്. വളരെ നമുക്ക് വൈകിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോക്കാനൊക്കെ, പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈകിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് ജനം, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് നേരം കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പരിസരം തന്നെയാണ്. ഇതിൽ നമ്മൾ അമർജ്യോതി അവിടെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം ഉണ്ടായിരുന്നില്ല. അന്നും ഒരുപാട് ഇന്ത്യക്കാർ ആയ സൈനികർ മരണപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് സൈനികരെ കാണാതെ ഒക്കെ ആയി പോയിരുന്നു. അതിൽ അറിയപ്പെടാതെ പോയ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ അമർജ്യോതി എന്ന് പറയുന്നൊരു സംഭവം കൂടെ അവിടെ ജ്യോതി കത്തിച്ച് വെക്കുകയൊക്കെ ചെയ്തത്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റി ഇതിൻ്റെ പിന്നിൽ തന്നെ. വൈകിട്ടായതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു
വൈകിട്ടൊരു 4 മണിയൊക്കെ ആയിരുന്നു. നല്ല ചൂടുണ്ട്. എങ്കിൽ പോലും മരത്തിൻ്റെ തണലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കവിടെ ഇരിക്കാനും പുൽമേടുകൾ ഉണ്ട്, അവിടെ പോയി ഇരിക്കാനും ഒരുപാട് സമയം പോക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് 2-2.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റ് മന്ദിരം നമുക്ക് ഇവിടുന്ന് നേരെ ഇന്ത്യ ഗേറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 2 പാർലമെൻറ്റ്, ഇപ്പം പാർലമെൻറ്റ് പുതിയതായിട്ട് ഒന്ന് പണി കഴിപ്പിച്ചല്ലോ, അപ്പോൾ രണ്ടും നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണും. പക്ഷേ പഴയ പാർലമെൻറ്റ് മന്ദിരം, ഇതാണ് അമർജ്യോതി എന്ന് പറയുന്ന ഒരു സംഭവം. അവിടെ സല്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ജവാൻ്റെ, അറിയപ്പെടാത്ത ഒരു ജവാൻ്റെ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമർജ്യോതി കത്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ അമർജ്യോതിൻ്റെ ആ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കാണുന്നതാണ് നമ്മൾ രാഷ്ട്രപതി ഭവനുണ്ട് അവിടെ, അതുപോലെ തന്നെ പാർലമെൻറ്റ്, പുതിയ പാർലമെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് പാർലമെൻറ്റിൻ്റെ അടുത്തേക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് അവിടെ ഇപ്പം കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. നമുക്ക് അതിന് ചുറ്റുവട്ടത്തുള്ള ആ റോഡിലൂടെ ഒന്ന് കറങ്ങി വരാമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്ത്യ ഗേറ്റിൻ്റെ പേര് ആദ്യം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു. അത് പിന്നീട് മാറ്റിയിട്ടാണ് ഈ പറയുന്ന അമർജ്യോതി ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ വന്നത്. ഏതായാലും ഞങ്ങൾ ആ സന്ദർശനം മതിയാക്കി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. കൂട്ടത്തിൽ ഞങ്ങൾ പോകുന്ന പോക്കിൽ തന്നെ നമുക്ക് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കാഴ്ചകളൊക്കെ ദൂരെ നിന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചത്. പുതിയ പാർലമെൻറ്റ് അങ്ങനെ ദൂരെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം ബാരിക്കേഡ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും. ഞങ്ങൾ ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.